അല്ലെങ്കിൽ നമസ്കാരം. നമുക്ക് എന്നത്തെയും പോലെ 10-20 വണ്ടി സ്റ്റോക്ക് വെച്ചിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. 100ഓളം വാഹനങ്ങൾ സ്റ്റോക്ക് വേണം. 100 250 പരം വാഹനങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ മഴക്കാലം സ്കൂൾ തുറക്കലും ഒക്കെ കൂടി ആയിട്ട് മലയാളികൾ ഏറ്റവും കൂടുതൽ കാറുകൾ വാങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് 20 വണ്ടി 30 വണ്ടിയൊന്നും പോരാന്ന് പറയുന്നത്. അത്ര ആളുകൾ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഈ ഒരു മാസം നമുക്ക് ഒരുപാട് വണ്ടികളുടെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? എത്ര വണ്ടി ടോട്ടൽ സ്റ്റോക്ക് ഉണ്ട്? നമുക്കിപ്പോ നമ്മുടെ തൃപ്ര ഷോറൂമിൽ ഏകദേശം ഒരു 15 വണ്ടികളുടെ സ്റ്റോക്ക് ഉണ്ട്. കൂടാതെ നമുക്ക് തൃശ്ശൂർ ഡിവിഷൻ അണ്ടറിൽ 4 ഷോറൂം ഉണ്ട്. അവിടേക്കായിട്ട് 250 പരം വണ്ടികളുണ്ട്. അപ്പൊ നമുക്ക് ഏതാ മേടിച്ച് അവിടെ കൊടുന്ന് കാണിക്കാനൊക്കെ സൗകര്യം ഉണ്ട്. നമുക്ക് ഡെയിലി വണ്ടികൾ കയറുന്നുണ്ട്. ഡെയിലി വണ്ടി കയറുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് തരം വാഹനം വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വരാൻ പറ്റുന്ന ഷോറൂമാണ്. മെയ് മാസം നല്ല കിടിലൻ സ്റ്റോക്കാണ് ഇറക്കിയിട്ടുള്ളത്. അത്യാവശ്യം എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ഉണ്ട്. എല്ലാ കമ്പനികളിലും ഉണ്ടല്ലേ? നമുക്ക് ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ വാറന്റി കാര്യങ്ങളൊക്കെ കിട്ടില്ല. വാറന്റി കാര്യങ്ങളുണ്ട്. ഇപ്പൊ അതർ ബ്രാൻഡ് വണ്ടിയായി കൂടെ നമ്മൾ വാറന്റി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പേടിക്കാതെ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് ഈ ഒരു ഷോറൂമിൽ നിന്ന് വാഹനങ്ങൾ എടുക്കാം. എല്ലാ മാസവും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നല്ല സപ്പോർട്ട് നിങ്ങൾ കൊടുക്കാറുണ്ട്. ഇത്തവണയും നല്ല സപ്പോർട്ടും സഹകരണം കൊടുക്കുക. എല്ലാ വാഹനങ്ങളും പരിചയപ്പെടാം. ലൊക്കേഷൻ കറക്റ്റ് ആയിരുന്നു. നമ്മുടെ ഷോറൂമിന് തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറാണ്. തൃപ്രയാർ പോളി ജംഗ്ഷനിലാണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ വരാൻ പറ്റുന്നവർ വരെ ലോങ് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. വാട്സ്ആപ്പ് ഒക്കെ അല്ലേ? എല്ലാം എനിക്ക് സാറിന് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്താൽ ഒരുപാട് സ്കൂളുകൾ വരാൻ ചില കോളൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആരും വേറെ ഒന്നും വിചാരിക്കരുത്. വിളിച്ചാൽ എടുക്കാണ്ടിരിക്കണം അല്ല വരപ്പൂർവ്വം. അപ്പൊ എന്തെങ്കിലും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. അപ്പൊ വാട്സാപ്പിൽ അയക്കാം. ഫ്രീ ടൈം നോക്കി നമ്മൾ റിപ്ലൈ കാരണം കസ്റ്റമർ വരുമ്പോൾ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന വരില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ മാസം സ്റ്റോക്ക് മുഴുവൻ നമുക്ക് പരിചയപ്പെടാം. ഇഷ്ടമായ ലൈക്ക് ഷെയർ മാക്സിമം എല്ലാവർക്കും എത്തിക്കുക. 2018 മോഡൽ 4 സിലിണ്ടർ സ്വിഫ്റ്റ് പറഞ്ഞ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2018 മോഡൽ സ്വിഫ്റ്റ് VX ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 77,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ എഞ്ചിനാണ്. നമ്മളിതിന് 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാണുന്നില്ലാതിന്റെ പേരിലാണ് നമ്മൾ 1 ഇയർ വാറന്റി കൂടി കൊടുക്കുന്നത്. എടുക്കുന്ന കസ്റ്റമർ എന്തായാലും വിശ്വസിച്ചെടുക്കാം. ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,30,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? 90% ലോൺ ചെയ്യാൻ പറ്റും. ചെറിയ വാഹനങ്ങൾ നോക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നായി മാറി കഴിഞ്ഞു എക്സ്പ്രസോ. ഇപ്പൊ നല്ല ആളുകൾ ഇപ്പൊ എടുക്കുന്ന ഒരു വാഹനം കൂടിയാണല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2021 മോഡൽ എക്സ്പ്രസോ VX പ്ലസ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 66,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഇത് നമ്മൾ 6 മാസം വാറന്റി 3 ഫ്രീ സർവീസ് കൊടുക്കും. ഓൾ ഇന്ത്യ ഏത് മാറി സർവീസ് സെന്ററിൽ നമുക്ക് പോവുകയും ചെയ്യാം. ഇത് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനമാണ്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു വാഹനം കൂടിയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരിക്കും എപ്പോഴും അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത്. 4 ലക്ഷം രൂപ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല? 90% വരെ ലോൺ ചെയ്യാൻ പറ്റും. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്ത മാസം ചെറിയ EMI നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അത്യാവശ്യം മൈലേജും കംഫർട്ടും ഒക്കെ ഉണ്ട് അല്ലേ? സിവിൽ സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനമാണ് മാരുതി ബ്രസ. അതും ഡീസൽ ഒരുപാട് ആവശ്യമുള്ള ഒരു വാഹനമാണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2016 മോഡൽ ബ്രസ VD ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഓപ്ഷൻ നമുക്ക് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗും ABS വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നത്. ഓക്കെ, എത്ര കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 77,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഡീസൽ വാഹനമായിട്ട് കൂടി നമുക്ക് 1 ലക്ഷത്തിന് താഴെയാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്. മേജർ ആക്സിഡന്റ് നല്ല വണ്ടിയാണല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 6,90,000 നമ്മൾ ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റങ്ങളൊക്കെ കച്ചവടം ഉണ്ടാവും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. മാക്സിമം 90% വരെ ലോൺ ചെയ്യും. 5 വർഷം വരെ ലോൺ കിട്ടും. 5 വർഷം വരെ ലോണും കിട്ടും. മാരുതിയുടെ പ്രീമിയം കാറ്റഗറി ആയിട്ട് നെക്സയിലൂടെ ഇറങ്ങുന്ന ഒരു വാഹനമാണ് ബലേനോ അല്ലേ? നല്ലൊരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2020 മോഡല് ബലേനോ ഡെൽറ്റ എന്ന വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 36,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു പെട്രോൾ മാനുവൽ അല്ലേ? ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിന് 6 മാസം വാറന്റി 3 ഫ്രീ സർവീസ് കൊടുക്കും. 3 ഫ്രീ സർവീസ്. ഇത് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനമായതുകൊണ്ടാണ് നമുക്ക് ഇത് കൊടുക്കാൻ കഴിയുന്നത്. ഓൾ ഇന്ത്യ ഏത് മാറുന്ന സർവീസ് സെന്ററിൽ പോവുകയും ചെയ്യാം. ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, സെൻട്രൽ ലോക്ക്, ഫോൾഡിംഗ് മിറർ, ഓട്ടോ ഫോൾഡിംഗ് മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല പവർ വിൻഡോ, സീറ്റ് എല്ലാ ഫീച്ചറും വരുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസോ? നമ്മൾ 5,95,000 ആണ് ചോദിക്കുന്നത്. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ 90% ലോൺ ചെയ്യാം. 90% ലോൺ ചെയ്യാം. 5 വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. ബാങ്ക് ലോൺ ഒക്കെ നമുക്ക് 5 വർഷം വരെ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് നമ്മുടെ ഹോണ്ടയുടെ അമേസ് പറഞ്ഞ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഇത് 2019 മോഡല് ഹോണ്ട അമേസ് SCVT ആണ്. ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ഓട്ടോമാറ്റിക് ആണ്. സെഡാൻ സെഗ്മെന്റ് ആണ്. ഇതുപോലൊരു വാഹനം നോക്കുന്നവർക്ക് ഏറ്റവും മികച്ച വാഹനങ്ങളാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് അതർ ബ്രാൻഡ് വണ്ടിയാണ്. നമ്മൾ ഇതിന് 1 ഇയർ വാറന്റി കൊടുക്കുന്നത്. 1 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. ഒരുപാട് ചെക്ക് പോയിന്റ് പാസ്സായാലാണ് ഈ പറയുന്ന 1 ഇയർ വാറന്റി നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ചോദിക്കുന്ന പ്രൈസോ? 5,80,000 നമ്മൾ ചോദിക്കുന്നുള്ളൂ. ആസ്കിംഗ് പ്രൈസ്. അതെ, CVT ഗിയർ ബോക്സ് ആണ്. AGS കാര്യങ്ങളൊന്നല്ല, CVT ആണല്ലേ? ഈ CVT പ്രത്യേകത എന്താ? CVT പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ AGS പറയുമ്പോൾ ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് പറയാം. അത് സംബന്ധിച്ചാൽ ശരിക്കും വണ്ടി ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല. മാനുവൽ ഗിയർ ബോക്സ് തന്നെയാണ് വണ്ടിയിലിരിക്കുന്നത്. അതിലൊരു ഇറ്റാലിയൻ കമ്പനി ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് ആണ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന പകരം RPM സെൻസ് ചെയ്ത് അത് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വണ്ടി മാറുമ്പോൾ ഫസ്റ്റ്
ഗിയർ സെക്കൻഡ് ഗിയർ ഒക്കെ മാറി 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 പോകുന്നത് നമ്മൾ അറിയാൻ പറ്റും. ഇതാവുമ്പോൾ ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊന്നും അറിയില്ല, സ്കൂട്ടി ഓടിക്കണ പോലെ ഓടിച്ചുകൊണ്ട് പോകാല്ലേ, ഓടിക്കുന്നവർക്ക് കംഫർട്ട് ആണല്ലേ. ഓക്കെ, അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5,85,000 നമ്മൾ ചോദിക്കുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും 90% ലോൺ ചെയ്യാം, 5 വർഷം വരെ ലോൺ ചെയ്യാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പഴയ വാഹനങ്ങൾ തന്നിട്ട് എക്സ്ചേഞ്ചിലൂടെ വാഹനങ്ങൾ സ്വന്തമാക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഈ കാണുന്ന വണ്ടികൾ മൊത്തം നമുക്ക് ന്യൂ കാറിന് മാത്രം എക്സ്ചേഞ്ച് വരണല്ല. ഒരു 90% വണ്ടി നമുക്ക് ന്യൂ കാറിന് എക്സ്ചേഞ്ച് വരാനാണ്. ഒരു 5% വണ്ടി യൂസ്ഡ് കാറായിട്ട് എക്സ്ചേഞ്ച് വരുന്നുണ്ട്. ഒരു 5% വണ്ടി ഡയറക്റ്റ് പർച്ചേസ്, അതായത് നമുക്കിപ്പോ നാട്ടിലില്ലാണ്ടോ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ വണ്ടികൾ കൊടുക്കുന്നുണ്ട്, അത് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് വണ്ടി കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. വാഹനങ്ങൾ വാങ്ങാൻ മാത്രമല്ല, നിങ്ങളുടെ വാഹനങ്ങൾ വിൽക്കാൻ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാക്സിമം ലോൺ കിട്ടുന്ന വാഹനമാണ്. മാരുതിയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഒരു വാഹനമാണ് മാരുതി സിയാസ്. നെക്സയിലൂടെ ഇറങ്ങുന്ന ഒരു വാഹനം അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്, ഇത് 2018 മോഡല് സിയാസ് സിഗ്മ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സിഗ്മ ബേസ് വേരിയന്റ് ആണ്. ബേസ് വേരിയന്റ് ആയിക്കോട്ടെ, നമുക്ക് ഇത് പ്രീമിയം കാറ്റഗറി ആയതുകൊണ്ട് എല്ലാ ഫീച്ചറും വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിപ്പോ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 72,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവൽ. അതെ, നമ്മൾ ഇതിന് 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഇവരുടെ ചെക്ക് പോയിന്റ് പാസ്സായാലാണ് 1 ഇയർ വാറന്റി കൊടുക്കുന്നത്. പിന്നെ ടയറും ഞങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. എടുക്കുന്ന കസ്റ്റമറിനെ എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി അല്ലേ. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5,65,000 നമ്മൾ ചോദിക്കുന്നത്. 5,65,000 രൂപ ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റം ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. 90% ചെയ്തു 5 വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ സെറ്റ് ചെയ്ത് തരും. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് 4 സിലിണ്ടർ വാഹനങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുതൽ അല്ലേ. നല്ലൊരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ്, ഇത് 2018 മോഡല് സ്വിഫ്റ്റ് VXA ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 66,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ. പെട്രോൾ മാനുവൽ. അതെ, അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇതിന് 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വാഹനം എടുക്കുമ്പോൾ വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ചെക്ക് പോയിന്റ് പാസ് ആയാലാണ് ഈ ഒരു വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ കാണുന്ന സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കസ്റ്റമർ എടുത്താൽ വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഡെലിവറി കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മെക്കാനിക് വർക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കി, മേജറായിട്ട് സ്ക്രാച്ച് NS ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെയിന്റ് ചെയ്ത് വാഷിംഗ് പോളിഷിംഗ് ഇന്റീരിയർ ക്ലീൻ ജനറൽ ചെക്കപ്പ് ഓയിൽ ഫിൽറ്റർ സ്പാർപ്പൊക്കെ മാറി ഒരു സർവീസ് ചെയ്തിട്ടാണ് വണ്ടി തരുന്നത്. പിന്നെ വീണ്ടും വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അടുത്ത 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 വർഷം പിന്നെ ഓയിൽ സർവീസ് ചെയ്താൽ മതി. ബാക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ് ആണ്. നമ്മൾ 5,50,000 രൂപ ചോദിക്കുന്ന ഈ വണ്ടിക്ക്. 5,50,000 രൂപ ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. 90% ലോൺ ചെയ്യാൻ പറ്റും. 90% ലോൺ ചെയ്യാൻ പറ്റും. താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. 1 വർഷം വാറന്റി ഉണ്ട്. യാത്രാ സൗകര്യത്തിനും അതുപോലെ തന്നെ വാഹനങ്ങൾ കൊണ്ടു നടക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ഒരുപോലെ പറ്റുന്നൊരു വാഹനമാണ് മാരുതി വാഗണർ. ഈ ഒരു പേസിൽ വരുന്ന വാഹനം അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഈ വാഗണർ 2015 മോഡലാണ്. വാഗണർ 15 മോഡലും പല മോഡലും കിട്ടാനുണ്ട്. പക്ഷെ ഈ വാഹനത്തിന് പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? വെറും 25,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഗണർ VXA വണ്ടിയാണ്. VXA വണ്ടി ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം. ഇതുപോലൊരു ഫേസ് വാഹനം നോക്കുന്നവർക്ക് എന്തുകൊണ്ടും കിട്ടാവുന്ന വെച്ചാൽ അനുയോജ്യമായിട്ടുള്ള ക്വാളിറ്റി വാഹനം. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് 2015 വാഗണർ VXA സിംഗിൾ ഓണർഷിപ്പ് ആണ്. 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ നമ്മളിതിന് വാറണ്ടി കാര്യങ്ങളൊന്നും വരുന്നില്ല. 15 ആയതുകൊണ്ട് നമ്മളിത് കൊടുക്കുമ്പോൾ ഫുൾ സർവീസ് ചെയ്ത് റീഫർബിഷ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്താണ് വണ്ടി കൊടുക്കുക. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് VXA ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത് നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, ഇലക്ട്രിക് അഡ്ജസ്റ്റിംഗ് മിറർ വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, അതുപോലെ റിമോട്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ ഡിഫോഗർ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സീറ്റ് കവേഴ്സ് എല്ലാം അടിച്ച് ഉള്ളും പുറം നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ് വണ്ടി ഇപ്പൊ നിലവിലുള്ളത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 3,75,000 നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ സ്ക്രീനിലുണ്ട്. ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർ ഏറ്റവും കൂടുതൽ ആദ്യം തിരയുന്നതും അന്വേഷിക്കുന്നതും മാരുതി ഓൾട്ടോ 800 നല്ലത് കിട്ടാൻ അല്ലേ. നല്ലൊരു വാഹനം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അതും ഓൾട്ടോ നിർത്തുമ്പോൾ ലാസ്റ്റ് ഫേസിലുള്ള വാഹനം അല്ലേ. ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2020 മോഡൽ ഓൾട്ടോ 800 VXA ആണ് വണ്ടി വരുന്നത്. VXA അതെ, സിംഗിൾ ഓൺഷിപ്പ് ആണ്. വെറും 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കൂടാതെ സർട്ടിഫൈഡ് ആണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. പോരാത്തതിന് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും VXA വരുന്നുണ്ട്. ബേസ് വേരിയന്റ് അല്ല, VXA ആണ് വരുന്നത്. ABS എല്ലാം വരുന്നുണ്ട്. ABS വരുന്നുണ്ട്, കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉള്ളും പുറം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയറും കാര്യങ്ങളൊക്കെ ആവറേജ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറഞ്ഞിട്ടാണ് വാഹനങ്ങൾ ഇവിടെ സെയിലിന് വെച്ചിട്ടുള്ളത്. സ്ക്രാച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് കസ്റ്റമറിന്റെ കയ്യിൽ കൊടുക്കുക. പോളിഷ് അടക്കം കഴിഞ്ഞിട്ടില്ലേ. ചോദിക്കുന്ന പ്രൈസ് 3,50,000 നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? 90% ലോൺ ചെയ്യാം. ചിലപ്പോൾ 100% കിട്ടും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ 100% ലോൺ. അതാണ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വാഹനമാണ്. 6 മാസത്തെ വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ട്. മാരുതി സുസുക്കിയുടെ മിനി SUV സെഗ്മെന്റിൽ പെടുന്ന ഒരു വാഹനം എന്ന് പറയുന്ന എക്സ്പ്രസോ അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. 2022 മോഡൽ എക്സ്പ്രസോ VXA പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് വേരിയന്റ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്.
നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്, വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 14,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള എക്സ്പ്രസ് ആണ്. പുതിയ നിൽക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ഉണ്ട്, മേജർ അല്ല, ആക്സിഡന്റ് ബാക്ക് തട്ടിയിട്ടുണ്ട്, ഡിക്കി കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല, പണിതിട്ടുണ്ട്, റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒന്നും റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് നമ്മൾ ചോദിക്കുന്ന വില 4,25,000 നമ്മൾ ചോദിക്കുന്നത്. അതിൽ ബാക്ക് തട്ടിട്ടുള്ളതുകൊണ്ട് മാത്രം നമ്മൾ ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3,85,000 കൊണ്ട് കൊടുക്കാം. 3,85,000 രൂപ. ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 4,400 അടുത്ത് നമുക്ക് മാർക്കറ്റ് പ്രൈസ് വരുന്നുണ്ട്. അതും ലോ കിലോമീറ്റർ ആണ്, 14,000 ഓടിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് സർട്ടിഫൈഡ് ആണ് വണ്ടി, ആക്സിഡന്റ് അല്ലാത്തതുകൊണ്ട് ഇത് സർട്ടിഫൈഡ് ആണ് വണ്ടി. നമുക്ക് ഇതിന് 1 year വാറന്റി, 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഒരു ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനം എടുക്കുമ്പോൾ ബാക്കിൽ തട്ടിണ്ട് റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കത് വേറെ മേജർ അല്ല എന്ന് പറയാം, ഉറപ്പിച്ച് പറയാം. കാരണം സർട്ടിഫൈഡ് വാഹനങ്ങൾക്ക് വാറന്റി കൊടുക്കുക മേജർ ആക്സിഡന്റ് കാണുന്ന ഇല്ലാത്തതിന്റെ പേരിലാണ്. ഇതിന് നമുക്ക് ചോദിക്കുന്ന പ്രൈസിൽ നിന്ന് നല്ല ഡിസ്കൗണ്ടും ഉണ്ട്, മാക്സിമം ലോൺ സൗകര്യം ചെയ്യാൻ പറ്റും. ഇത് മാരുതി സുസുക്കിയുടെ ബലേനയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് 2020 മോഡൽ ബലേനോ ഡെൽറ്റ എന്ന വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്, 78,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവൽ, പെട്രോൾ എഞ്ചിനാണ്. മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട് ഡെൽറ്റയിൽ. സർട്ടിഫൈഡ് വണ്ടിയാണ്, 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ നമുക്കിത് ഈ പറയുന്ന വാറന്റി സർവീസ് ചെയ്യാട്ടോ. നമുക്ക് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മളിതിന് 5,95,000 ചോദിക്കുന്നത്. ചെറിയ മാറ്റം കാണൊക്കെ കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും റേറ്റ് ഫിക്സ്ഡ് ആണ്. കാരണം വെച്ചാൽ എല്ലാവരും ചോദിക്കും അവിടെ ഇത്ര റേറ്റ് ഉള്ളൂ, ഇവിടെ ഇത്ര റേറ്റ് ഉള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് വണ്ടികൾ വെച്ച് കഴിഞ്ഞാൽ പുതിയ കാർ റേറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ അതുകൊണ്ട് ഓരോ വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുക്കുള്ളൂ. നമ്മൾ മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, അതുപോലെ കിലോമീറ്റർ തിരിച്ചുകൊണ്ട് നമ്മൾ എടുക്കില്ല. പിന്നെ കൂടാതെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ എടുത്ത കണ്ടീഷനല്ല കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. നമ്മൾ റീഫർബിഷ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ എന്തെങ്കിലും മെക്കാനിക് വർക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കി, മേജർ ആയുള്ള സ്ക്രാച്ച് ഡെൻഡസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെയിന്റ് ചെയ്ത് വാഷിംഗ്, പോളിഷിംഗ്, ഡീക്ലീനിങ് ചിലച്ചൊക്കെ ചെയ്യാൻ വണ്ടി കൊടുക്കുന്നത്. അതിനൊക്കെ നമുക്കും എക്സ്പെൻസ് വരുന്നത്. കൂടാതെ നമുക്ക് GST ടാക്സും വേറെ അഡീഷണൽ വരുന്നത്. ഇപ്പോൾ പുറത്ത് കച്ചവടക്കാരെ സംബന്ധിച്ചോളം അവർ ജസ്റ്റ് വാഷിംഗ് പോളിഷ് ചെയ്ത് വണ്ടി കൊടുക്കണ്ടാവും. നമ്മൾ ഇതൊക്കെ ചെയ്ത് വാറന്റി അടക്കാണ് കൊടുക്കുന്നത്. അതിനൊക്കെ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കമ്പനി ഫിക്സ് റേറ്റ് ആയി വരുന്നത്. എന്നാൽ ഈ പറഞ്ഞ റേറ്റിന് ഒരു 10-15 വരെയൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തു തരും, മാക്സിമം ലോണും ചെയ്തു തരാൻ പറ്റില്ലേ. നമുക്ക് വാഹനങ്ങളുടെ വില കൂടുന്നതിന്റെ കാരണമാണ് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞത്. ഇത് മാരുതിയുടെ വാഗനർ ഓൾഡ് ബേസിൽ വരുന്ന വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ ഇത് 2010 മോഡൽ വാഗനർ LX ആണ് വരുന്നത്. നിലവിൽ ഓണർഷിപ്പ് 3rd ആണ്. 1.5 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. കുറച്ചധികം ഓടിയിട്ടുണ്ട്. നമ്മൾ മോഡൽ നോക്കുമ്പോൾ ഒരു വലിയ ഓട്ടം അല്ല, എന്നാലും അത്യാവശ്യം ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് നമ്മൾ 1,90,000 രൂപ നമ്മൾ ചോദിക്കുന്നത്. ചോദിക്കുന്ന പ്രൈസ് ചെറിയ മാറ്റം കാണൊക്കെ ഉണ്ടാവും. കുറച്ച് ഓടിയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വില താഴ്ചയിൽ കൊടുക്കുന്നത്. പിന്നെ ഇതിലിപ്പോ ഈ 2010 മോഡൽ ആയതുകൊണ്ട് നമ്മൾ വേറെ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഒരു ആസിറ്റീസ് കണ്ടീഷൻ തന്നെ കൊടുക്കാം. അപ്പൊ അതിലിപ്പോ എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ചെറിയ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ? ഓക്കെ. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. മോഡൽ കുറഞ്ഞായതുകൊണ്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല അല്ലേ? ലോൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ മതി. ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മുടെ ഷോറൂം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറാണ് നമ്മുടെ ഷോറൂം വരുന്നത്.